രണ്ടുപേരാണ് കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. പുലർച്ചെ മരിച്ചതായി കണ്ടെത്തുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് കണ്ടെത്തിയത്. കൂട്ടത്തോടെ കാട്ടാന വന്ന് ആക്രമിക്കുകയായിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയതാണ്. തൃശൂർ വാഴച്ചാലിലാണ് ഈ സംഭവം. കാട്ടാന ആക്രമണത്തിൽ മരിച്ച രണ്ടുപേർ അംബികയും സതീഷുമാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയതാണ്. വനവിഭവങ്ങൾ ശേഖരിച്ച് ഇക്കോ ഷോപ്പുകളിലും മറ്റും കൊടുത്താണ് അവർ ഉപജീവനമാർഗം കഴിച്ചിരുന്നത്. അത്തരത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ വളരെ നിർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാട്ടാനക്കൂട്ടം ഇവർ താമസിച്ചിടത്തേക്ക് വരികയായിരുന്നു. താൽക്കാലിക ഷെഡുണ്ടാക്കി അവിടെയാണ് സാധാരണ ഇവർ തങ്ങുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാനായി 2-3 ദിവസം നാട്ടിൽ നിന്നും മാറി നിൽക്കാറുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു. ലിഷോയ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, പ്രദേശവാസിയായ ബിനോജ് ജോർജ് നമ്മളോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ടാവും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എത്തിയിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ആ വഞ്ചിക്കടവിന് സമീപത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ആദ്യത്തെ ദൃശ്യങ്ങളാണ്. ലിഷോയ്, ഇനി എന്താണ് നടപടികൾ? മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയായിരിക്കുമോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക? വിശദാംശങ്ങൾ എന്താണ്? ഈ പ്രദേശത്തെ ഒരു ആനകളുടെ സാന്നിധ്യവും മറ്റുമൊക്കെ നോക്കിയായിരിക്കും അടുത്ത നടപടികൾ. അതായത് ഇൻക്വസ്റ്റ് അവിടെ തന്നെ വെച്ച് നടത്താൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല ഇരുട്ടുമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ചിതറിയോടി നേരെ ചിലർ പുഴയിലേക്ക് കടന്ന് നീന്തി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതായത് കൂട്ടത്തിലുണ്ടായിരുന്ന രവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന തിരിച്ച് ഈ പുഴയിലേക്ക് കടന്നു. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാനായുള്ള ശ്രമമാണ് ഉണ്ടായത്. പക്ഷേ മറ്റുള്ളവരൊക്കെ തന്നെ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് ഇവർ മരണപ്പെട്ടു എന്നുള്ള കാര്യവും അതിനോടൊപ്പം തന്നെ ഇവരുടെ മൃതദേഹമൊക്കെ തന്നെ കണ്ടെത്താനായി ഇത്രയും വൈകിയതെന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വലിയ ആക്രമണം ഉണ്ടായ ഒരു സ്ഥലത്ത് അവിടേക്ക് രാത്രി തന്നെ തിരിച്ച് പോവുക എന്നുള്ളത് ഒരു അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ കുടിൽ കെട്ടി താമസിച്ചിരുന്ന ഇടത്ത് നിന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ലിഷോയിലേക്ക് ഞാൻ ഇപ്പോൾ മടങ്ങി വരാം. ഈ മരണപ്പെട്ട അംബികയുടെ ഭർത്താവ് ഇപ്പോൾ പ്രതികരിക്കുന്നു. അതിലേക്ക് ഞങ്ങൾ രണ്ടാളും 2 പെണ്ണുങ്ങളും. എന്താ പറ്റിയത്? ആന വന്നിട്ടുണ്ടല്ലേ? ചേട്ടനുണ്ടായോ അവിടെ? ഞാൻ ഇവിടെ ഉണ്ടായി. എന്നിട്ട് എന്താ പറ്റിയത്? വൈകുന്നേരമാണ് സംഭവം. ഒരു 7 മണിയായപ്പോഴാണ് സംഭവം. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതിലെ നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും കൊച്ച് ഇതിലെ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇവര് രണ്ടാളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഇതുവരെ വെച്ചത്. വേറെ ആരൊക്കെ ആൾക്കാര്? ഒന്ന് സതീശൻ, ഈ കിടക്കുന്ന ആള് സതീശൻ, രമ്യയുടെ കെട്ടിയ പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. എന്റെ പെണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. ആളുടെ പേര് അംബിക. ആളും മരിച്ചു. മരിച്ച അംബികയുടെ ഭർത്താവിന്റെ പ്രതികരണമാണ് കേട്ടത്. വളരെ മോശം സാഹചര്യങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യരാണ്. ദിവസവും ഭക്ഷണത്തിന് മാർഗം കണ്ടെത്താനായി പണിയെടുക്കുന്ന മനുഷ്യരാണ്. അവർക്കാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ആ ഒരു മരണത്തെ എങ്ങനെയാണ് ആ മനുഷ്യൻ നിർവികാരമായി നേരിടുന്നത് എന്നത് നമുക്ക് മനസ്സിലാവും.